ചില കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, പെപ്സി, കോള, സെവനപ്പ് എന്നൊക്കെ പറയില്ലേ, അതെന്താ സംഭവം? ഹലാലാണോ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. എന്നാ തൊയ്യീബാണോ? അല്ല, തടി കേടാവും. അപ്പൊ അത് തൊയ്യീബല്ല. എന്നാ പിന്നെ ഹറാം കാറ്റഗറി ആണോ? ഹറാം കാറ്റഗറി ഒന്നുമല്ല, അത് ഹലാൽ തന്നെയാണ്, ഹലാൽ ബീവറേജ് ആണ്. പക്ഷേ അത് ഹാനികരമാണ്, ഹെൽത്തിനെ സീരിയസ്ലി ഡാമേജ് ചെയ്യും. അത്തരം പാനീയങ്ങൾ നമ്മളോട് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അള്ളാഹു തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്ക് പേടിപ്പിക്കൊന്നും വേണ്ട. അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അൺഹെൽത്തി ഡ്രിങ്കുകൾ നിങ്ങൾ കുടിക്കരുത്, അൺഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കരുത്. ഹലാലും തൊയ്യിബുമേ അള്ളാഹുവിന് വേണ്ടു. ഒന്ന് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണമായിരിക്കണം. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നാശം വരുത്താത്തതുമായിരിക്കണം. അത്തരം കാര്യങ്ങളെ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞാണ്. ഇനിയിപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വല്ല വാദമുണ്ടെങ്കിൽ കുടിച്ചോ. പക്ഷെ അത് ഹാനികരമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിഡ്നി ഡാമേജ് ആയി പോകും, പെട്ടെന്ന് ഡയബറ്റിക് ആയി പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൽഫങ്ഷൻ സംഭവിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡേഞ്ചർ, ഏതെങ്കിലും ഒരു പാനീയത്തിന് ആരുടെയെങ്കിലും വളരെ ഒഥന്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പാടില്ല. എന്തേ? ശരീരം അള്ളാഹു തന്ന അമാനത്താണ്. ആ അമാനത്തിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കേണ്ടത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്.